ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എ ഡേ വിത്ത് മൈ ഫ്രണ്ട് ആൻഡ് ഹെയർ കിഡ് വിത്ത് സം ഫൺസ്. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ 2 കോഫിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കുടിച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഡേ തുടങ്ങി. നെക്സ്റ്റ് ഉണ്ണിക്കുട്ടനോടൊപ്പം കളിക്കാൻ പോവാട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ ഫാദർ ഉണ്ണിക്കുട്ടനൊരു കെമിസ്ട്രി ഗെയിമിംഗ് പാക്ക് ഗിഫ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഉണ്ണിക്കുട്ടൻ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ, ഈ ഗെയിം പാക്ക് ഓപ്പൺ ചെയ്ത് ഒരുമിച്ച് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവൻ്റെ ഒപ്പം കൂടാണ്. ഞങ്ങളുടെ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് കാണിച്ചു തരാം. ഈ ഗെയിമിംഗ് പാക്കിൽ കുറച്ച് ഹാംഫുൾ അല്ലാത്ത കെമിക്കൽസും പിന്നെ ബേസിക് ലാബ് ഐറ്റംസും പാക്ഡാണ്. +2 കെമിസ്ട്രി ലാബിൽ നിന്നും ഉണ്ണിക്കുട്ടൻ്റെ ഒപ്പം ഈ ക്യൂട്ട് ലാബിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര ഫൺഫുള്ളായി തോന്നി. Shake. Okay. Yeah, 1 spoon of spatula you add. Okay. It's real. How it is so beautiful, no? It's gas. That is not enough. Okay, enough. Anyway, add. Yeah, little more. Yes. Add. Okay, wait. Are you sure? So you have sure? Oh! Not that good. അങ്ങനെ കുറച്ച് നേരം ഉണ്ണിക്കുട്ടനൊപ്പം കളിച്ച് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഇതാ കേർഡ് റൈസ് ഉണ്ടാക്കുവാൻ കൂടി. Add that. അപ്പോൾ റൈസ് വേവിച്ച് വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ കേർഡ് റൈസ് പ്രിപ്പറേഷൻ സെറ്റ് ചെയ്യുന്നത് കാണാം. കുറച്ച് കടുക് പൊട്ടിച്ചു. മലയാളികൾക്ക് വേപ്പല മസ്തായതുകൊണ്ട് നമ്മൾ വേപ്പല ഇടുന്നു. തമിഴ്നാട്ടിൽ വേപ്പല ഇടില്ല. ഇത് അരിഞ്ഞു വെച്ച ഇഞ്ചി പച്ചമുളകും. ഓക്കെ, അതാണ് ഇതിൻ്റെ ആകെയുള്ള ഏഴും കുക്കിങ്ങും ഓൺലി. ഒന്ന് ഇറക്കി കൊടുത്തു. അതിൻ്റെ ഭയങ്കര പച്ച ഇതൊന്ന് കൊയ്ക്കണം. പച്ചക്കിങ് എന്ന പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് കഴിഞ്ഞ് വെച്ച എല്ലാ സാധനവും. ആദ്യം ചോറിടുന്നു. ഇതൊക്കെ ഇനിയും വയ്ക്കാം. ഓക്കെ, പക്ഷെ നമ്മൾ ഫ്രഷായി ചെയ്യുന്നു. ഇത് നമ്മൾ ഫ്രഷായി ചെയ്യുന്നു. അത്ര ഉള്ളൂ. ഞാൻ വെച്ചിട്ട് നല്ല വേറെ വിളിക്ക് കാര്യമിട്. ഇനി ഇങ്ങനത്തെ നല്ല അടിപൊളി കേർഡ് റൈസ് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ബോംബെ അവിടെ ഉണ്ട്. ഫ്രണ്ടിൻ്റെ അവർ തമിഴ്നാട്ടുകാർ, അവർ ഉണ്ടാക്കുമായിരുന്നു. ഓക്കെ, അവരുടെ തന്നു. ബോംബെയിലെ ഫ്രണ്ടിന് ക്രീമി നാച്ചുറൽ യോഗർട്ട്. എത്ര 1 ലിറ്ററാ? ഇത് 1/2 ലിറ്റർ അല്ലേ? അതറിയില്ല. എത്ര? 1 kg. എൻ്റെ അമ്മ 1 kg കേട്ടോ. നമ്മളതിൽ ഒഴിച്ചു.
ചെറിയ സ്പൂൺ വെച്ച് നമ്മളിതിനെല്ലാത്തിനും മിക്സ് ചെയ്യുന്നു. ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ഉപ്പിടാൻ പോകണം ഇതിനെ ലെവൽ ചെയ്യാനായിട്ട്. കേർഡ് റൈസ് റെഡി. നല്ല ക്ലീൻ അപ്പിയറൻസ് ഉണ്ട്. അതാണ് കേർഡ് റൈസ്. നമ്മളെ ആവശ്യാനുസരണം ഉപ്പ്. ഇതിൽ നല്ല അസല് കടുമാങ്ങച്ചാറ്, അല്ലെങ്കിൽ മാങ്ങച്ചാറ്, അല്ലെങ്കിൽ കൊണ്ടാട്ടമുളക്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. വേറെ ഒന്നും വേണ്ട. ഈ ചൂടുകാലത്ത് ഏറ്റവും ബെസ്റ്റ്. വയറ് തണുക്കാനും ഇതും. 5 മിനിറ്റുള്ള പണിയും കഴിഞ്ഞു. കുക്കിംഗ് കഴിഞ്ഞു. ഓക്കെ. അങ്ങനെ കേർഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി സെറ്റാക്കാൻ വെച്ചതിന് ശേഷം ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടെ ഇരിങ്ങാലക്കുടയിൽ ബെസ്റ്റ് അവിൽ മിൽക്ക് കിട്ടുന്ന ഷോപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അവിൽ മിൽക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഞങ്ങൾ ഇവിടുത്തെ അവിൽ മിൽക്കിന് മുൻപിൽ മുട്ടുമടക്കിയിട്ടോ. ആദ്യം എൻ്റെ ഫ്രണ്ടാണ് പോയി കഴിച്ച് ടേസ്റ്റ് ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ എന്നെ കൊണ്ടുവന്നിരിക്കുക. ഇത് മാംഗോ അവിൽ മിൽക്കാണ്. പിന്നെ ഞങ്ങൾ കോക്കനട്ട് അവിൽ മിൽക്കും ഇത് വാങ്ങിച്ചിരുന്നു. രണ്ടും 100 ഔട്ട് ഓഫ് 100 മാർക്ക് കൊടുക്കാം. തിരിച്ച് ഞങ്ങൾ വീണ്ടും കേർഡ് റൈസ് കഴിക്കാൻ വേണ്ടി വീട്ടിലോട്ട് പോകാണ് കേട്ടോ. ഇതിനിടയിൽ മാക്സിൽ കയറി അല്ലറ ചില്ലറ പർച്ചേസ് നടത്തി അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് ഞാനാണ് വണ്ടി എടുത്തത്. വാ, ഇനി നമുക്ക് കേർഡ് റൈസ് കഴിക്കാം വിത്ത് കൊണ്ടാട്ടം മുളക്. സോ ക്രീമി. പിന്നെ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി എണീറ്റതിന് ശേഷം കിച്ചണിൽ വന്നപ്പോഴാ ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് സൺലൈറ്റ്. അപ്പോൾ അതൊന്ന് പകർത്തി. പിന്നെ കുനിയനായി അരിഞ്ഞ ഓക്കെ. ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇഡ്ഡലി ഉപ്പുമായും പിന്നെ ബ്ലാക്ക് കോഫിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അത് ആ ചൂടായ പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതിലോട്ട് കുനുകുന അരിഞ്ഞ സബോള ഇട്ടു, പച്ചമുളക് ഇട്ടു, വേപ്പില ഇട്ടു, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, തുണ്ട് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ട് നന്നായി വാട്ടിയതിന് ശേഷം നമ്മൾ കൈകൊണ്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഡ്ഡലി അതിലേക്ക് ചൊരിഞ്ഞു കൊടുത്ത് നന്നായി ഇളക്കിയെടുത്തു. സംഭവം സെറ്റ്. ഇത് നല്ല സ്ട്രോങ് ബ്ലാക്ക് കോഫിയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ സെറ്റ്. അങ്ങനെ നല്ലൊരു കോഫി ടൈം ആസ്വദിച്ചതിന് ശേഷം ഉണ്ണിക്കുട്ടനുമായിട്ട് ബാഡ്മിൻ്റൺ കളിച്ചു. പിന്നെ ഞങ്ങളൊരു കൊച്ചു റൈഡിനൊക്കെ പോയി വന്നു. ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ അവസാനിക്കുന്നു എൻ്റെ എ ഡേ വിത്ത് മൈ ഫ്രണ്ട് വ്ളോഗ്.